ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ ഈ പെട്ടിയൊക്കെ പിടിച്ചിട്ട് എങ്ങോട്ടാ ദുബായിക്കാണോ? ദുബായിക്കല്ല, ഇത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാനിന്നൊരു അൺബോക്സിങ് വീഡിയോസ് ആണ് ചെയ്യുന്നത് കേട്ടോ. അതാ ഈ ഒരു സാധനം കണ്ടോ നിങ്ങൾ? നമ്മളെ പോർട്ടബിൾ കാർ വാഷറാണ് ഈ സാധനം. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോസ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു ബോക്സിലായിട്ട് അടിപൊളിയായിട്ടൊക്കെയാണ് വന്നിട്ടുള്ള സാധനം കേട്ടോ. അപ്പോൾ എന്നാൽ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല പാക്കിംഗ് ആട്ടോ. 2 ക്ലിപ്പ് ഉണ്ട്, ആ ക്ലിപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കി നോക്കാം. ഓ, കാണാണ്ടോ? അതായത് അതിൻ്റെ ഒരു നോസില്, അതിനെ കണക്ട് ചെയ്യാനുള്ള പൈപ്പ്, ഒരു സ്പ്രേ ബോട്ടിൽ, അതായത് നമുക്ക് ഇതിൽ ഉപയോഗിക്കേണ്ട കെമിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്യാനുള്ളതാണ് തോന്നുന്നു. പിന്നെ 2 ബാറ്ററി. ബാറ്ററിയുടെ 18.5 വോൾട്ട് ആണ് കേട്ടോ കാണിക്കുന്നത്, കാണാണ്ടോ? പിന്നെ അതിൻ്റെ കൂടെ ആ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ചാർജർ, പിന്നെ അതിൻ്റെ ഒരു ഫിൽറ്ററിങ്. നമ്മൾ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിലോട്ട് ഇടുമ്പോൾ അഴുക്കൊന്നും കയറാതിരിക്കും ഒരു ഫിൽറ്ററിങ്, അതിൻ്റെ സാധനങ്ങൾ. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ സാധനം, ഗണ്ണ്. ഉണ്ടാ, ഇത് എന്താണ് ഇതിൻ്റെ കമ്പനിയുടെ പേര്? MZ ആണ് കേട്ടോ. ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതല്ല, ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. 2150 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഓൺലൈനിൽ പല കമ്പനികളും ഉണ്ട്, പല ടൈപ്പ് സാധനങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ജസ്റ്റ് നമുക്കൊന്ന് ആദ്യം ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. സാധനം വർക്കാവുന്നുണ്ടല്ലേ നോക്കണ്ടേ. ഗ്യാരണ്ടി ഒന്നുമില്ല കേട്ടോ ഈ സാധനത്തിന്. ഉണ്ട്, വർക്കാവുന്നുണ്ട്. അപ്പോൾ ഓക്കെ, സാധനം വർക്കിംഗ് ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങുക. ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് 1-2 വണ്ടികൾ നമുക്ക് നന്നായിട്ട് സർവീസ് ചെയ്യാൻ പറ്റും. കാരണം വെള്ളത്തിന് ഇനി ക്ഷാമം വരുന്ന കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്, വേനൽക്കാലമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം എല്ലാവരും സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കുക, ശ്രദ്ധിക്കുക. കാരണം ജനങ്ങൾ പെരുകുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഇപ്പോൾ കിട്ടുന്നൊന്നുമില്ല. ഞങ്ങളുടെ ഏരിയയിലൊക്കെ വെള്ളത്തിന് കുറേ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ ഓക്കെ, ഇനി താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിത് എവിടുന്ന് മേടിച്ചു എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിൻ്റെ കൂടെ എനിക്ക് ചെറിയൊരു ടോർച്ച് ഫ്രീ ആയിട്ട് അവർ തന്നിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. എനിക്കതൊരു ഗിഫ്റ്റ് ആയിട്ട് ഇതിൻ്റെ കൂടെ ഒരു ടോർച്ച് തന്നിട്ടുണ്ട്. നല്ല ടോർച്ചാട്ടോ, ചെറുതാണെങ്കിലും നല്ല പവർഫുൾ ആണ് ആ സാധനം. അതും കൂടെ കാണിച്ചു. ഇതാണ് ആ സാധനം. ഉണ്ടാവും, ഇത് ക്യാമറമ്മക്ക് അടിക്കാൻ പറ്റില്ല. 2-3 മോഡുണ്ട്, പിന്നെ ഒന്ന് റീലൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്ത ചെറിയ പൈസക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇത് എത്ര കാലം വർക്ക് ചെയ്യും എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ എൻ്റെ ചെറിയൊരു പർപ്പസിന് വേണ്ടി മേടിച്ചതാണ്. അത്രയുള്ള ഉപയോഗം തന്നെ എനിക്കുള്ളൂ. പിന്നെ ഈ ഒരു സാധനം നമ്മൾ കണക്ഷൻ ഒക്കെ കൊടുത്തതിന് ശേഷം ഞാനത് വെള്ളത്തിലിട്ട് സർവീസ് ചെയ്യുന്ന ആ ഒരു ഭാഗം കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഞാൻ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വെള്ളത്തിലിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഹലോ, നല്ല സ്പ്രേ കേട്ടോ. ക്യാമറ നമുക്ക് ആവില്ലല്ലോ. പിന്നെ ഇതിന് ഒരുപാട് മോഡുകളുണ്ട്, പല ടൈപ്പ് മോഡാക്കാം നമുക്ക്. കണ്ടോ, കാണിച്ചിട്ടുണ്ട്. സ്പ്രേ ചെയ്യുന്ന തരത്തിലാക്കാം, അങ്ങനെ പല മോഡുകളും ഉണ്ട് കേട്ടോ. ഒക്കെ നിങ്ങൾ ഇനി മേടിച്ചിട്ട് ഉപയോഗിച്ച് നോക്കുക. ഓക്കെ, ഞാൻ ഇതിനകത്ത് വാങ്ങി വയ്ക്കുന്ന ആൾക്കാരോട് എൻ്റെ പർപ്പസ് ഇതാണ്. ഓക്കെ, സിമെന്റ് തേച്ചിട്ട് വെള്ളം നനച്ചു കൊടുക്കുക. അതിന് എളുപ്പമാണ്, കുറച്ച് വെള്ളം വരുന്നത്.